ഇപ്പോൾ കുറച്ച് നാളായിട്ട് ചില യൂട്യൂബ് ചാനൽസിലൊക്കെ ഞങ്ങളുടെ കൊച്ചച്ഛൻ പ്രവീൺ ബാബുവിനെ പറ്റി ഓരോ അപവാദ പ്രചരണങ്ങളൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. കൊച്ചച്ഛൻ ഞങ്ങളെ ചതിച്ചു, വഞ്ചിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞാണ്. അപ്പോൾ ഇതൊന്നും കൊച്ചച്ഛനെ അറിയാവുന്ന ആർക്കും ഇതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷേ ഇതൊക്കെ വിശ്വസിക്കുന്നവരുണ്ട്. കുറച്ച് പേര് ഞങ്ങളെയും വിളിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ തെറ്റിദ്ധാരണകളൊക്കെ ഒന്ന് മാറ്റണമെന്നുണ്ട്. അപ്പോൾ ഈ അച്ഛൻ്റെ ഈ ഒരു കാര്യത്തിൽ ഞങ്ങളെപ്പോലെ തന്നെ കൊച്ചച്ഛനും ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് നടന്നേക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ കൊച്ചച്ഛനെ പറ്റി ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ കൂടെ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുമ്പം അത് കൊച്ചച്ഛനെക്കാട്ടി കൂടുതൽ അത് ഞങ്ങളെയാണ് വേദനിപ്പിക്കുന്നത്. അതുപോലെയായിരുന്നു അച്ഛനും കൊച്ചച്ഛനും തമ്മിലുള്ളൊരു ബോണ്ട്. അപ്പം ഈ കേസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഏറ്റവും കൂടുതൽ ഓടുന്നത് കൊച്ചച്ഛനാണ്. അപ്പം കൊച്ചച്ഛൻ എത്ര കഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന കൊച്ചച്ഛനെ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നതും. പിന്നെ കേസിൻ്റെ കാര്യങ്ങളൊന്നും കൊച്ചച്ഛൻ ഒറ്റയ്ക്കല്ല തീരുമാനങ്ങൾ എടുക്കുന്നത്. അത് ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് തന്നെയാണ്, കുറച്ച് ബന്ധുക്കളൊക്കെ ചേർന്നാണ് ഡിസിഷൻസൊക്കെ എടുക്കുന്നത്. പിന്നെ വീണാമണി എന്ന് പറഞ്ഞ ഒരാൾ, അവർ ഞങ്ങളെ സഹായിക്കാനാണെന്ന് പറഞ്ഞ് യൂട്യൂബ് ചാനൽസിലൊക്കെ വന്നിരുന്ന് പറയുന്നു. പക്ഷേ ഞങ്ങളെ സഹായിക്കാനാണെന്ന് പറഞ്ഞ് കൊച്ചച്ഛനെ കുറ്റപ്പെടുത്തുമ്പം അത് ഞങ്ങളെ വീണ്ടും വേദനിപ്പിക്കുന്നതേ ഉള്ളൂ. അതൊരിക്കലും ഞങ്ങൾക്കൊരു സഹായമല്ല. അപ്പോൾ ദയവ് ചെയ്ത് ഇനിയെങ്കിലും നിങ്ങൾക്ക് അറിയാത്തതും അല്ലെങ്കിൽ ഇല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിക്കാതിരിക്കുക. ഈ CBI അന്വേഷണം വന്നെങ്കിലേ നീതി കിട്ടൂ എന്ന് തന്നെയാണോ? അതെ, CBI അന്വേഷണം വന്നെങ്കിലേ ഞങ്ങൾക്ക് നീതി കിട്ടൂ. കേരള പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നീതി കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ CBI അന്വേഷണം ആവശ്യപ്പെട്ട് മുമ്പോട്ട് പോയത്. ഇനിയും മുമ്പോട്ട് തന്നെ പോകാൻ തന്നെയാണ്. ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ നിലവിലെ അന്വേഷണത്തിൽ തൃപ്തിയില്ല ഇപ്പോഴും? ഇല്ല, തൃപ്തിയില്ല. അന്വേഷണം നടക്കുന്നതേ ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് തൃപ്തി ഉണ്ടാകുന്നത്?